ഗായ്സ് നോക്ക് ഗായ്സ്, ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ വിടയിലെ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് കണ്ടില്ല, നമുക്ക് ഇവിടെ കുറേ ഞാൻ നടന്നിട്ടാണ് കേട്ടോ ഗായ്സ് ഇവിടെ ഇങ്ങനെ അതേ എൻ്റെ ഓർമ്മ ഹവായാണ് ഗായ്സ്. ഒന്ന് അയ്യോ ഇതെന്താ, ഇപ്പം മഴയും വരും നന്നായിട്ട് ശരിക്കും ഓറ കാണും. അപ്പം ഗായ്സ് അപ്പം നമുക്ക് വിടയിലെ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്രാവശ്യം ഫ്ലവേഴ്സ് വളരെ കുറേ കുറവാണ്. ക്യാമറമാൻ, ഇതാണ് നമ്മുടെ വിഡേലിയ ഫ്ലവർ കേട്ടോ. കണ്ടില്ലേ ഗൈസ്, വിഡേലിയ ഫ്ലവർ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ ഗൈസ് നിങ്ങൾക്കറിയാം ഗൈസ് നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത് ആർക്കെങ്കിലും അറിയോ ഗൈസ്? നാളെ ഓണം അത്തം സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ മാറ്റി. അതിനെ വരവേൽക്കാനായിട്ട് മോസ്റ്റ് ആയിട്ടാണ് നമ്മുടെ വിടയിലേക്ക് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് വേറെ ഒന്നുമല്ല, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ തിന്നവൻ പുല്ലെന്തോ വായി കുടുങ്ങി തൊണ്ടേ കുടുങ്ങി തോന്നുന്നു. എന്താ കുഞ്ഞേ? വഴിയിലേക്ക് വാ. അച്ഛോ ഗൈസ് ആണ് പൊക്കി മോന് എന്താ പറ്റിയേ? എന്താ പറ്റിയത് അറിയില്ല. നമ്മളെവിടെ ഇറങ്ങിയാലും നമ്മുടെ ഒപ്പം ഉണ്ടാകും. പുറത്ത് കയറിന് താളം തുള്ളലായിരിക്കും. എന്റെ പൊക്കിന്റെ മീശയൊക്കെ എങ്ങോട്ട് പോയി? മീശ എങ്ങനെയാ അവന്റെ ഒടിഞ്ഞു പോയതാണോ കരിഞ്ഞു പോയതാണോ? മീശ ഉണ്ടോ പൊക്കി? ഉണ്ടോ ഗൈസ്? എന്റെ ഹെയർ സ്റ്റൈലും കണ്ടോ? പൊക്കിക്ക് മീശയില്ല, ഒറ്റ മീശയില്ല എന്റെ കാര്യം. സ്നേഹം കൂടുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അയ്യോ എന്റെ മേമ എന്റെ പൂച്ചക്കുഞ്ഞാന് എങ്ങനെയോ എന്റെ ഹെയർ സ്റ്റൈൽ സെറ്റാക്കി വെച്ചേക്കുക. നീ നിലത്തിറങ്ങിക്കേ. ഓക്കെ ഇവിടെ നിന്നോ കേട്ടോ. ഐസപ്പം നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മൾ ഇന്ന് മോസ്റ്റ് ആണ് നമ്മുടെ വിടയിലും കൊണ്ട് എന്തുണ്ടാക്കാൻ പോകുന്നത്? ഹെയർ ബോ നമ്മൾ ക്രൗൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചിട്ടില്ല, പേടിക്കണ്ട, ഓറ പോവില്ല. കുറേ പേരോട് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഒന്നും ഓർക്കരുത്. വിഷമമുള്ളവരെ ഒരു വിന്റേജ് അങ്ങ് അയക്കും. അത് തന്നെ. അപ്പൊ ചോദിക്കാം എന്താന്ന്. ചാടി കയറുന്നത് തോളത്തായിരിക്കൂലേ? ഇനി എന്റെ അല്ല നമ്മള് അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ പിള്ളേരെ തലയിൽ കയറി താളം തോന്നുന്നു. ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങൾ കണ്ട തലയിൽ കയറി താളം തോന്നുന്നു. തലയിൽ കയറി നിൽക്കേ പോക്കി. ഓക്കെ പോക്കിക്ക് ഐ ലവ് യു വന്നു എന്നോട്. മോസ്റ്റ് ഐ ലവ് യു ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ വിടയിലേയും കൊണ്ട് ഇന്ന് ക്രൗൺ ഉണ്ടാക്കി. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. മോസ്റ്റ് കാരണം നിങ്ങൾക്ക് ഒന്നാമത് അറിയാലോ, ഞാന് ആരുടെ ദേവതയാ? പ്രകൃതിയുടെ ദേവതയാണ് കേട്ടോ. അതിന് പറയണ ദേവതേന്റെ കാരണം ദേവതേനെ കാണുമ്പോ തന്നെ പൂമ്പാറ്റകളെല്ലാം ഓടും. അതെ, പ്രത്യേക തരം ദേവതയാണ്. ഗൈസ് സ്വഭാവം ഓർക്കുന്നുണ്ടോ പണ്ട് ആ പൂമ്പാറ്റയ്ക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന? എന്താലേ കൊറേ വാറ്റിനടുത്തേക്കാണ്. പോക്കി അയ്യോ ഞാനിപ്പോ എന്റെ തല കയറി നിൽക്കുന്നു. അങ്ങനെ പൂമ്പാറ്റകൾക്കും പുഴുക്കൾക്കൊക്കെ വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഗൈസ് എനിക്ക് വളർത്താൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ എലിക്കുഞ്ഞിനടക്കം ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഒന്നായിരുന്നു ലേറ്റി. ആയിരുന്നു എനിക്ക് എലിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ശരിയാണല്ലോ. അയ്യോ അതൊക്കെ മോസ്റ്റ്. പന്നേലിന്റെ കുഞ്ഞായിരുന്നു, വളർത്തിയായിരുന്നു. ഇപ്പൊ കൂടുതൽ കാണായിരുന്നു. പങ്കന്റെ വാഹന എലി മാറ്റിയുണ്ടല്ലോ മോസ്റ്റ് ആയിട്ട്. മിണ്ടല്ലേടാ. ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ഉണ്ടാക്കാം മോസ്റ്റ് ആയിട്ട് ക്രൗൺ ഉണ്ടാക്കാണ്ട് പോമേ. പോകിക്ക് ഐ ലവ് യു കേറി ഇരിക്കുകയാണ് കേട്ടോ ഗായ്സ്. സ്വൈരില്ല ഉണ്ടാക്കല്ലേ പങ്ക? മോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇല്ല പേടിക്കണ്ട ഗായ്സ്. അപ്പൊ നമുക്ക് സമയം കളയാതെ മോസ്റ്റ് ആയിട്ട് എന്താ പറയാ, ഇപ്പൊ തന്നെ അല്ലെങ്കിൽ മഴ വരും, അല്ലെങ്കിൽ ഇപ്പൊ 6 കഴിഞ്ഞു. എന്താ പറയാ മോസ്റ്റ് ആയിട്ട് ഇപ്പൊ ഡ്രസ്സിലൊന്നും ചെടിയൊന്നും ആയിട്ടില്ല, ആരും നോക്കണ്ട. അതുകൊണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ക്രൗൺ ഉണ്ടാക്കാം. അച്ചുഴാനും മുത്തേ പൊക്കി മോൻ തെമ്മാടി ഓറിയോയും വളർത്തുണ്ടായിരുന്നു. എന്റെ കാറിന് വേണ്ടിട്ട് അവര് ഓടി.
പൂക്കളുടെ ദേവതേന്റെ കാറിൽ കേട്ടപ്പോ അവരെ ഓടി. അതെ, അലറി ഓടിച്ചു. അതെ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് ഉള്ളത് ഇത് കിട്ടുന്നത് വളരെ കുറവായിരിക്കും ഗൈസ്. അപ്പൊ നമ്മള് ഇല്ലാത്തതായാലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇത് നോക്ക് ഗൈസ്, മോസ്റ്റ് ആയിട്ട് ഇങ്ങനെ നീണ്ട വിടേലിയന്റെ ചെടി, വിടേലിയന്റെ വേരുള്ള വള്ളി ചെടിയാണ് പറിച്ചിങ്ങനെ ആദ്യം എടുക്കുക. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഉള്ളത് കിട്ടിയാൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് തലയ്ക്ക് പാകമുള്ളത് നോക്കണ്ട, കാരണം എന്റെ ആനത്തല കൊണ്ട് എനിക്ക് വലുത് വേണ്ടി വരും കേട്ടോ. എന്താ പറ്റിയേ? കയ്യിലെന്റെ വളമുണ്ടോ? സാരില്ല, ഇത് സ്റ്റൈലാട്ടോ. ശശി വ്ളോഗ് പോലെ അടിപൊളിയായിട്ടിരിക്കും. എന്താ പറയാ, അധികമാവാൻ എടുത്ത വ്ളോഗാ. ഓറ ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉള്ള ഓറ മുഴുവൻ മക്കളുടെ ബാബുജി ഗൈസ്. അപ്പം ഭാഗ്യത്തിന് നമ്മുടെ കുട്ടൻ, ഞാൻ നോക്കുന്നില്ലല്ലോ എന്റെ ബയത്തേക്ക് ഇപ്പൊ ചളിച്ചടി വരും. എന്താ ഞാൻ ഇങ്ങനെ ഓറ കളയുന്നത്? അടങ്ങിയിരിപ്പുണ്ട് ഗൈസ്. ഒന്നെല്ലാം നോക്കണ്ട, എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എന്തോ ഗൈസ് അവൻ കളിക്കുന്നുണ്ട്. നമ്മുടെ പോക്കിമോൻ അവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് 3 എണ്ണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്ത് വിടേലിയന്റെ നീണ്ട സാധനം കേട്ടോ. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, കയ്യിലെ DMDM കണ്ടോണ്ട് ചിരിച്ചതാ. പ്രകൃതിയുടെ മണ്ണൊക്കെ ഉണ്ടാവും, ചെളി മണ്ണൊക്കെ പറ്റും, അത് കഴിക്കാൻ പോകും. അല്ലാത്ത ഇപ്പത്തെ വീട്ടിലിരിക്കുന്ന ഞാനാണെ സ്വർണ്ണറൊട്ടിയാവും. ഓക്കെ ഗൈസ്, അപ്പൊ നോക്കി നമ്മള് 3 ഇങ്ങനെ വെച്ചു. നോക്ക് ഗൈസിനെ കാണിച്ചെടുക്കുക. ഇങ്ങനെ വെച്ചു. ഇനി നമ്മളിത് പിന്നണം. നിങ്ങൾക്ക് പിന്നാൻ മുടി പിന്നുന്ന പോലെ പിന്നല്ലേ? നോക്കിതേ, നമ്മളിതേ മോസ്റ്റ് ആയിട്ട് ഇങ്ങനെ പിന്നണം. ക്രോസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് 3 എടുത്തത്. വിടേലിയന്റെ ഇതാകുമ്പം ഇത് വേഗം അങ്ങനെ അഴിഞ്ഞു പോകില്ല, കാരണം ഇതിന്റെ സാധനത്തിന് നല്ല കട്ടിയുള്ളതാണ്. അത് കാരണം വേഗം പോവില്ല. ഞാൻ പറയട്ടെ, ഓറ പോയ ദിവസം അതായിരിക്കണം ബ്ലോഗിന്റെ ഇത്. ഇപ്പൊ ഇത് എന്നിട്ട് ബാക്കില് ഉള്ള വിടേലിന്റെ ഇല മുഴുവൻ പറ്റിപ്പിടിച്ചു. ഞാൻ പിന്നെ മോസ്റ്റ് ആയിട്ട് നോക്ക്, ഞാൻ നമ്മുടെ എന്താ പറയാ വിടേലിയന്റെ വള്ളി പിന്നി, പിന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തലക്ക് വെച്ച് പാകാണോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം എനിക്ക് കാട് തല വെച്ചു പാകാണ്, ഈ ഒരു ലെങ്ത്തിലാണ് എനിക്ക് പാകം. അപ്പൊ നമുക്ക് നോക്കി ഉറങ്ങുക. അതാ നോക്കി അങ്ങനെ അതിന് കൈ നോക്കി ഒരു പോക്കിമോന്ന് വിളിക്കുന്ന അല്ല, ആ പവർ മുഴുവൻ കയ്യിലാ. പൊക്കി മാന്തുവാ. പൊക്കി എന്റെ പൊക്കി, എന്റെ പൊക്കിന്റെ മീശ വരാതെ അമ്മാനായി. അമ്മയെ നോക്കി കാണിക്കുന്നത് പോക്കിമോൻ ഗൈസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പോക്കിക്ക് വെച്ച് കൊടുക്കാം. പൂച്ചവളയം. അതെ, ഓക്കെ. അപ്പൊ നോക്കാം, നമ്മുടെ ക്രൗൺ ഇവിടെ മോസ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? കറക്റ്റ് ആണോ? മറ്റേ എല്ലാ സ്ഥലത്തും ഇലകളൊക്കെ മോസ്റ്റ് ആയിട്ട് കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ, നമ്മളെന്തായാലും ഇവിടെ ഫ്ലവർ ക്രൗൺ ആണല്ലോ, ലീഫ് ക്രൗൺ അല്ലല്ലോ ഗൈസ്. അപ്പോൾ ഇത് ഫുൾ ലീഫാണ്, കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വിടേലിയിൽ അങ്ങനെ ഫ്ലവേഴ്സ് ഉള്ളത് കിട്ടാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നെക്സ്റ്റത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്ലവേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് പറിച്ചിട്ട് കണ്ടില്ലേ ഗൈസ്, നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ ക്രൗണിലേക്ക് വെക്കുക അല്ലേ? ക്രൗണിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അതാണ് നമ്മുടെ നെക്സ്റ്റത്തെ പരിപാടി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷയമാണ്. നിങ്ങൾ മറ്റേ സിസ്റ്റർ ബ്രദർ വെച്ച് തരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, ബ്രദർ വെച്ച് തരുന്നുണ്ടായിരുന്നു. ഓ മൈ ഗാഡ്, മിസ്സിംഗ് മൈ ബ്രദർ. യെസ് യെസ് യെസ്, അങ്ങനത്തെ ബ്രദറിനെയാണ് വേണ്ടത്. അതെ അതെ അതെ.
ഗായ്സ് അപ്പോൾ നോക്ക്, ഞാൻ ജസ്റ്റ് ക്രൗൺ ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഇവിടെ മാത്രമാണ് ക്രൗൺ അല്ല ഫ്ലവേഴ്സ് ആയിട്ട് ക്രൗൺ സെറ്റ് ആയിട്ടുള്ളൂ. ഇവിടെയും കൂടി നമുക്ക് മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് മോസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം അല്ലേ? യെസ്. ഗായ്സ് നോക്ക്, നമ്മളിവിടെ ക്രൗൺ ആയില്ലേ മാറ്റി. ഇവിടെ മോസ്റ്റ് ഫ്ലവർ ക്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഒന്നും പറയാനില്ല, ഞാൻ വന്നിരുന്നപ്പോഴത്തേക്ക് നോക്കാം മോസ്റ്റ് ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ല ചാറ്റൽ മഴയുണ്ട് ഗായ്സ്. ഗായ്സ് അപ്പോൾ പോക്കിമോന് എൻ്റെ വീട് നല്ല മഴ നനയുന്നുണ്ട് കേട്ടോ ഗായ്സേ. മോസ്റ്റ് ആയിട്ട് മഴയാണ്. അപ്പോൾ ഇവിടുന്ന് പതുക്കെ ഒന്ന് പൊങ്ങട്ടെ ഗായ്സ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്? മോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ക്രൗണ്? പോക്കിമോന് ഇഷ്ടപ്പെട്ടോ? മനസ്സിലായി, ഇഷ്ടപ്പെടേണ്ട. ഇപ്പോൾ മോസ്റ്റ് ആയിട്ട് എങ്ങനെയുണ്ട് ഗായ്സ്? ആദ്യം ഇതിൻ്റെ ഒരു വ്യൂ ഉണ്ട് ഗായ്സ്, കാണിച്ചു കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ഗായ്സ് മോസ്റ്റ് ആയിട്ട് ഈ ക്രൗണ്? മോസ്റ്റ് ആയിട്ടില്ല നമ്മുടെ വിഡേലിയ ഫ്ലവറിൻ്റെ ക്രൗണ്. അപ്പം ഓരോ ഫ്ലവറും കൊണ്ട് ഇങ്ങനെ ക്രൗൺ ഉണ്ടാക്കിയാലും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ മാറ്റി? നല്ല മെയിനായിട്ട് റോസിന്റെ കമ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കണം. സത്യം ദൈവൻ ഇറങ്ങിപ്പോയി, പോക്കിമോന്റെ ഇറങ്ങി ഓടിയിട്ടു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് മോസ്റ്റ് ആയിട്ട് മഴ കൊള്ളുവാണ്. അതെ, നനയുവാണ്. പ്രകൃതിന്റെ ദേവതയാകുമ്പോ ഇങ്ങനെയൊക്കെ വേണം, മഴ വെയില് കാറ്റൊക്കെ കൊള്ളണല്ലേ, എല്ലാം കൊള്ളണം മോസ്റ്റ് ആയിട്ട്. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടുള്ള ഗൈസ് ഈ ക്രൗണ് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. ിരിക്കാൻ അറിയും. അതാ ഒരവസ്ഥയാ. അറിയില്ല, ഓറ പോകുന്ന തല കാണിച്ചേക്കാം. അയ്യോ, ഞാൻ അങ്ങോട്ട് എഴുന്നേക്കണം എന്നുണ്ട്, പക്ഷെ നടക്കില്ല ഗൈസ്. ഓക്കേ, അപ്പം എന്താ പറയാ, അത് എന്റെ ബാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ഇവിടെ ഇച്ചിരി നനഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നിരത്തിരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ മഴ നല്ല എന്താ പറയുക, ചാറ്റൽ മഴ മോശമായിട്ട് പെയ്യുന്നുണ്ട്. മോശമായിട്ട് ചാറ്റൽ മഴ കൊണ്ടാലാണ് വയസ്സ് പനി പിടിക്കുന്നത്. എന്താണ്, എനിക്ക് ജലദോഷം പനീൻ്റെ ഒരു തുടക്കമുണ്ട്, ഞാൻ കൂട്ടാൻ പോവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് മോശമായിട്ടുള്ള നമ്മുടെ ക്രൗൺ വന്നിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ് ഈ ക്രൗണ്? എങ്ങനെയാണ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കും ക്രൗൺ ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഉണ്ടാക്കി തരിക. കാരണം പങ്കജ മഹർഷി മോസ്റ്റ് ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ മോസ്റ്റ് ആയിട്ട് ഈ പിന്നൽ പ്രയോഗം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്. എന്തായാലും മോസ്റ്റ് ആയിട്ടുള്ള പങ്കജ മഹർഷിയുടെ ക്രൗണ് അപ്പം നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീഡിയോയിലാണ് നമുക്ക് കാണാം. വീണ്ടും കണ്ടുമുറ്റാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ ക്രൗൺ, ഈ പ്രകൃതി ദേവത പങ്കജ മഹർഷി വനദേവതയുടെ മോസ്റ്റ് ക്രൗൺ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനിനി ഈ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. വനം അവിടെയല്ലേ? ഓക്കെ, മോസ്റ്റായിട്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ. അപ്പം എല്ലാ ഗൈസിനും ബൈ ബൈ ഗൈസ്. എല്ലാവർക്കും ശക്കര ലവ് യു ഗൈസ്. ബൈ ബൈ. ഞാൻ പോട്ടെ, വിഷമാവുന്നില്ല, ഞാൻ പോവാ. നിങ്ങൾ വിട്ടപ്പെടുന്നത് എനിക്ക് വിഷമമുണ്ട്, സാരമില്ല, ഞാൻ പോവാ. ബൈ ബൈ. എനിക്ക് കണ്ടില്ല.